നമസ്കാരം, സുഭാഷ് സാറാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ അലോട്ട്മെന്റിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയത്, എന്തൊക്കെയാണ് ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് എന്നൊക്കെയുള്ളതെന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ വീഡിയോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇതോടുകൂടി പരിപാടി തീരുക. ഇനി നമുക്കൊരു അലോട്ട്മെന്റ് ഇല്ല, സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. ഈ സ്പോട്ട് അഡ്മിഷനെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും എനിക്ക് ഇഷ്ടം പോലെ അങ്ങ് സീറ്റ് കിട്ടും, എല്ലാവർക്കും അവിടെ ചെന്നിട്ട് നേടാം, ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. അതൊക്കെ എല്ലാ കോളേജുകളിലും നടക്കണമെന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചില ബ്രാഞ്ചിലേക്ക് ചില സീറ്റുകൾ ഒഴിവ് വരും. നമുക്കറിയത്തില്ലല്ലോ എല്ലാ കോളേജുകളിലും എല്ലായിടത്തും അഡ്മിഷൻ തികഞ്ഞോ നമുക്കറിയില്ല. അപ്പൊ ആ കോളേജുകാർക്കറിയാം ഇന്ന ബ്രാഞ്ചിൽ ഒരു 10 സീറ്റുകൂടെ ഉണ്ട്, അല്ലെങ്കിൽ 4 സീറ്റുകൂടെ ഉണ്ട്, അതൊരു സ്പോട്ട് അഡ്മിഷൻ വഴി അങ്ങ് നടത്തും. അങ്ങനെയുള്ള സംഭവം കേട്ടോ. അത് എല്ലാവർക്കും കിട്ടണമെന്നും അല്ല, എല്ലാവർക്കും ഉദ്ദേശിക്കുന്ന പോലുള്ള ബ്രാഞ്ച് കിട്ടണമെന്നൊന്നുമില്ല. അതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണം പോലെ ലാസ്റ്റ് നടക്കും. ഇനി തേർഡ് അലോട്ട്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പുതുതായിട്ട് ഓപ്ഷൻസുകൾ ആഡ് ചെയ്യാം എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇനി അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഞാൻ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു, അവർക്ക് ഇനിയും പറ്റുമോ, അതോ ഇനി എങ്ങനെയൊക്കെയാണെന്നല്ലേ? അത് ഒത്തിരി പേർക്കുണ്ട്. അപ്പൊ ഇതിനെ തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 അലോട്ട്മെന്റിലും നേടാൻ കഴിഞ്ഞിട്ടില്ല, മീൻസ് അലോട്ട്മെന്റിൽ പേരേ വന്നിട്ടില്ല, അവർക്ക് തേർഡ് അലോട്ട്മെന്റിൽ പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓക്കെ, അവർക്ക് പോകുന്നതിനോട് ഒരു കുഴപ്പമില്ല. എന്തായാലും അവർക്ക് തേർഡ് അലോട്ട്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. 2, ഇപ്പൊ കോളേജ് അതിനുവേണ്ടിയുള്ള ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തിട്ട് വേണം അവർക്ക് തേർഡ് അലോട്ട്മെന്റിലോട്ട് പോകാൻ. 2, കോളേജിൽ അഡ്മിഷൻ എടുത്തു, പക്ഷെ ആ കോളേജ് വേണ്ടായിരുന്നു, പക്ഷെ അഡ്മിഷൻ എടുക്കേണ്ടത് കൊണ്ട് പോയി എടുത്തു, അവർക്കും തേർഡ് അലോട്ട്മെന്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് തേർഡ് അലോട്ട്മെന്റിൽ പോകുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ അഡ്മിഷൻ എടുത്ത കോളേജിൽ ആ ബ്രാഞ്ച് നിങ്ങൾ പഠിക്കണം, നിങ്ങളപ്പോ ഇനിയിപ്പോ തേർഡിലോട്ട് പോയില്ല. അപ്പൊ 2 കാര്യങ്ങൾ, കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തവരും കോളേജിൽ അഡ്മിഷൻ കിട്ടിയവരെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഒന്നുകൂടെ കേട്ടോ, കോളേജിൽ എങ്ങുമേ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അവർക്ക് നമുക്ക് പുതിയ ഓപ്ഷനുകൾ വേണേൽ കൊടുത്തുകൊണ്ട് നമുക്ക് തേർഡ് ഓപ്ഷൻ കൺഫർമേഷന് വേണ്ടി കൊടുക്കാം. എന്ന് പറഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റിലോട്ട് എന്നെയും പരിഗണിക്കണേ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് നിങ്ങളെയും പരിഗണിക്കും, തേർഡ് അലോട്ട്മെന്റ് വരാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി. 2, കോളേജിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തല്ലോ, അവർക്ക് എനിക്കിതല്ല വേണ്ടത്, എനിക്ക് ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെട്ട ഏതെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജൊക്കെ വെച്ച് വേണമെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് ഇനി എന്നെ പരിഗണിക്കണം, ഇപ്പൊ എടുത്തേക്കുന്നത് ഞാനൊരു താൽക്കാലികം മാത്രമായിരുന്നു, എനിക്ക് തേർഡ് അലോട്ട്മെന്റിലോട്ട് എന്നെയും കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും തേർഡ് അലോട്ട്മെന്റിലുള്ള ഓപ്ഷൻ കൺഫർമേഷൻ വേണ്ടി കൊടുക്കാം. അപ്പൊ അത് ക്ലിയർ ആയി. ഇനിയും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അതൊന്നും ആവശ്യമില്ല, എനിക്കിപ്പോ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയത് മതി, ഇനി ഞാൻ തേർഡിലോട്ടൊന്നും പോകുന്നില്ല എന്നുള്ളവരൊന്നുമേ ചെയ്യണ്ട, അത്രമേ ഉള്ളൂ കേട്ടോ. അവർക്കപ്പൊ ഇപ്പൊ കിട്ടിയത് ഫിക്സ് ചെയ്തു എന്നർത്ഥം, ഫീസൊക്കെ അടച്ചത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇനി തേർഡിലോട്ടൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ഇപ്പോഴും ഇത് മതി എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൺഫർമേഷൻ ഒന്നും കൂട്ടിക്കണ്ട. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഒരു കാര്യം കൊണ്ടൊന്ന് കേട്ടോ, നമുക്കിപ്പം തേർഡ് അലോട്ട്മെന്റിലോട്ട് ഇപ്പൊ അഡ്മിഷൻ കിട്ടിയവർ, ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അഡ്മിഷൻ നേടിയവരുണ്ടല്ലോ, പല കോളേജിലും പോയി അഡ്മിഷൻ എടുത്തു, പക്ഷേ എനിക്ക് അടുത്ത കോളേജിലോട്ട് വേണമെന്നുണ്ടായിരുന്നു, ആ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി എന്നെ പരിഗണിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തു, അവർക്ക് ഒരു പുതിയ അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക, തേർഡിൽ വേറൊരു പുതിയ അലോട്ട്മെന്റ് കിട്ടി, അതിനവര് പോയില്ല എന്ന് കരുതുക. ആ തേർഡ് കിട്ടിയത് അവര് പോയില്ല എങ്കിൽ അത് നഷ്ടപ്പെടും, പഴയത് നഷ്ടപ്പെടും എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ തേർഡിലോട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, തേർഡിലോട്ട് പോകുന്നവർ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെന്റ് വന്നാൽ നിങ്ങൾ അത് എടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ പിന്നെയും തിരിച്ചു വന്നിട്ട് അത് പറ്റത്തില്ല എന്നുമല്ല പറഞ്ഞാൽ പഴയതും പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ചിലയിടത്തൊക്കെ അതിനുള്ള എന്തെങ്കിലുമൊക്കെ സംഭവം കാണും. ഞാൻ ഇപ്പൊ പറഞ്ഞേക്കുന്ന നോട്ടിഫിക്കേഷനിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്തായാലും ഈ തേർഡ് അലോട്ട്മെന്റിൽ പുതിയ ഓപ്ഷൻസുകൾ വെക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസുകളൊക്കെ കൊടുക്കാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ മതി, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം 2 കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടേര്. നമുക്ക് ഇന്നു മുതൽ 7-ാം തീയതി വരെ വൈകിട്ട് 5 മണി വരെ പുതിയ ഓപ്ഷൻസുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഓപ്ഷൻ കൺഫർമേഷൻ ഒക്കെ ഉള്ള പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. 7, 8 കേട്ടോ. നെക്സ്റ്റ്
ടെമ്പററി ഇനിയിപ്പോ നമുക്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, അടുത്ത അലോട്ട്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഈ അലോട്ട്മെന്റ് ലിസ്റ്റ് വരുന്നത് 8-ാം തീയതിയാണ്. താൽക്കാലിക ലിസ്റ്റ് വരും. 9-ാം തീയതി അതിന്റെ റിയൽ ലിസ്റ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. മീൻസ് ലാസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് 9-ാം തീയതി വരും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ നിങ്ങളുടെ എത്തിച്ചിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിഷസ്, ഗുഡ് ബൈ.